ജെൻസിന് ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്കിൻ കെയർ റൂട്ടീൻ എന്തൊക്കെയാണ്, എന്തൊക്കെ അപ്ലൈ ചെയ്യണം? പലപ്പോഴും നമ്മൾ സ്കിൻ കെയർ റൂട്ടീൻ പറയുമ്പോൾ ഡോക്ടർ മേക്കപ്പ് എന്ന് ആളുകൾ വിചാരിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അതൊന്നുമല്ല, നിങ്ങളുടെ സ്കിന്ന് നന്നായി ഇരിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്കിൻ കെയർ റൂട്ടീൻ, ഏറ്റവും ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു ക്ലെൻസറാണ്. നല്ലൊരു ഫേസ് വാഷ് മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ആക്നെ സ്കിൻ ആണെങ്കിൽ ഓയിൽ ക്ലിയർ ആയിട്ടുള്ള ഫേസ് ക്ലെൻസേഴ്സ് വാങ്ങിക്കാൻ കിട്ടും, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ച് ഹൈഡ്രേഷൻ തരുന്ന തരത്തിലുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക. അതായത് ഹൈഡ്രോണിക് ആസിഡ് കണ്ടന്റ് ഒക്കെയുള്ള ഫേസ് വാഷ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ ആണ്. മോയ്സ്ചറൈസർ ഇപ്പോൾ ഭയങ്കര ഓയിലി ആയിട്ട് സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ മോയ്സ്ചറൈസർ മാൻഡേറ്ററി എന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും നമുക്കൊരു ബേസ് മോയ്സ്ചറൈസറും ജെൽ ഫിനിഷിലുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഇപ്പോൾ നോർമൽ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈ സ്കിന്നിന് ഏറ്റവും കൂടുതൽ നല്ലത് ക്രീം അല്ലെങ്കിൽ ലോഷൻ ടൈപ്പ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആയിരിക്കും. നോർമൽ സ്കിന്നിലാണെങ്കിൽ പോലും കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെങ്കിൽ ജെൽ ഫോം ആയിരിക്കും ഏറ്റവും നല്ല മോയ്സ്ചറൈസർ. ഇനി നിങ്ങൾക്ക് വേണ്ടത് സൺസ്ക്രീൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിന്നിന് വേണ്ടത് സൺസ്ക്രീൻ തന്നെയാണ്. കാരണം സൺസ്ക്രീൻ ഒരു പരിധി വരെ നമ്മുടെ സ്കിൻ ടെക്സ്ചർ കൂടി ചേഞ്ച് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പം നല്ല UVA UVB പ്രൊട്ടക്ഷൻ ഉള്ള സൺസ്ക്രീൻ, അതായത് എബോവ് 40 SPF ഉള്ള സൺസ്ക്രീനെ നിങ്ങൾ പ്രിഫർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ സ്കിൻ ടെക്സ്ചർ എക്സ്ട്രീംലി നിങ്ങൾ ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ ഒരു ജെൽ ഫോമിലേക്ക് പോവുക. ഭയങ്കര പിഗ്മെന്റഡ് ആയിട്ടുള്ള സ്കിൻ ഉള്ളവരാണെങ്കിൽ ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ ഫോമിലേക്ക് പോവുക. ഇനി നിങ്ങൾക്ക് നോർമൽ അല്ലെങ്കിൽ എക്സ്ട്രീംലി ഒരു നോർമൽ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ജെൽ ഫോം ആയിരിക്കും നല്ലത്. ഇനി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ക്രീം ഫോം അല്ലെങ്കിൽ ലോഷൻ ഫോം ആയിരിക്കും ഏറ്റവും നല്ല സൺസ്ക്രീൻസ്. അപ്പൊ അത് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. അപ്പൊ ഇത് മോർണിംഗ് റൂട്ടീനിൽ നിങ്ങൾക്ക് അനിവാര്യമാണ്. ഇനി നിങ്ങൾ സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയങ്കര ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ തന്നെ സ്പ്രേ ഫോമിൽ അവൈലബിൾ ആയിരിക്കും, 50 SPF മേലുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് once in 2 hours നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാനായിട്ട് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം മറ്റത് കയ്യിലെടുത്ത് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും സ്പ്രേ ഫോംസ് കുറെ കൂടി യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. ഇനി ഈവനിങ് റുട്ടീൻ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും നൈറ്റ് റുട്ടീൻ ഉണ്ട്. കാരണം നൈറ്റ് റുട്ടീൻസ് നിങ്ങൾക്ക് എപ്പോഴും മാൻഡേറ്റഡ് ആവശ്യം എന്തെങ്കിലും തരത്തിലുള്ള സിറംസ് അല്ലെങ്കിൽ നല്ലൊരു ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള സിറംസ് ആയിരിക്കും ആവശ്യം. അപ്പം ഇപ്പം നിങ്ങളിപ്പം ഭയങ്കര പിഗ്മെന്റഡ് ഫേസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കോജിക് ആസിഡ് വിത്ത് നാച്ചുറൽ കോമ്പിനേഷൻസ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആക്നേസ്കാർ അല്ലെങ്കിൽ കുറച്ച് ഓയിലി ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് നിയാസിനമൈഡ് യൂസ് ചെയ്യാം. പിന്നെ എക്സ്ട്രീംലി ആക്നെ ആണ്, ഇപ്പം ആക്റ്റീവ് ആക്നെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് കോമ്പിനേഷനുള്ള സിറംസ് യൂസ് ചെയ്യാം. പിന്നെ ഭയങ്കര ഡ്രൈ സ്കിൻ ആണ്, ഫേസ് ഭയങ്കര ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈലറോണിക് ആസിഡ് കോമ്പിനേഷനുള്ള സിറംസ് നിങ്ങൾക്ക് നൈറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിൽ സ്കിൻ റൂട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.